നമസ്കാരം. കോവിഡ് ജാഗ്രതാ ബുള്ളറ്റിനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കോവിഡുമായി ബന്ധപ്പെട്ട നമ്മൾ നേരിടുന്ന രോഗാവസ്ഥകളാണ് ഓരോ ദിവസവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം നടുവുവേദനയാണ്. കോവിഡാനന്തര രോഗങ്ങളിൽ മുന്നിലാണ് നടുവുവേദന. എന്തുകൊണ്ടാണ് കോവിഡ് ഭേദമായവരിൽ നടുവുവേദന സ്ഥിരമാകുന്നത്? വ്യായാമം ഇതിനൊരു പ്രതിവിധിയാകുമോ? വരുന്ന അരമണിക്കൂറിൽ ഈ വിഷയത്തെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും മറുപടിയുണ്ട്. നമുക്കൊപ്പം കൊച്ചി ഫ്യൂച്ചറൈസ് ആശുപത്രിയിലെ നട്ടൽ രോഗവിദഗ്ധൻ ജേക്കബ് ഈപ്പൻ മാത്യു കൂടി ചേരുന്നുണ്ട്. ആദ്യം ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഇത് ഏതുതരം രോഗികളാണ് കണ്ടുവരുന്നുള്ള കാര്യത്തെപ്പറ്റി എല്ലാം ഡോക്ടർ നമുക്ക് വിശദീകരിച്ചു തരും. ഡോക്ടർ, എന്താണ് ഈ കോവിഡാനന്തര നടുവേദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2:30 ആയല്ലോ, അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിയാണോ സംസാരിക്കുന്നത്? ഡോക്ടർ, ഈ കോവിഡാനന്തര നടുവേദന എങ്ങനെ ഉണ്ടാകുന്നു? അത് ഏത് തരത്തിലാണ് ഈ കോവിഡ് ബാധിച്ച രോഗികളെ ബാധിക്കുന്നത്? അവർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രോഗമായി തന്നെ ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ കോവിഡ് വന്നു പോയ ആളുകൾക്ക് ശരീരവേദന ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നടുവേദന കൂടി ഉണ്ടാകുന്നു. അത് വലിയൊരു പ്രശ്നമായി തന്നെ നിരവധി ആളുകൾക്ക് മാറുന്നുമുണ്ടല്ലോ. ഡോക്ടർ കേൾക്കാമോ? ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം ഡോക്ടർ. ഈ കേൾക്കാമല്ലോ. കോവിഡ് വന്നു പോയ ആളുകൾക്ക് ശരീരവേദന വ്യാപകമായി തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നട്ടലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നടുവേദന, അതെല്ലാം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കൂടി ഉണ്ടാകുന്നു. ആളുകൾ വലിയ ആശങ്കയിലാണ്. എത്തരത്തിലാണ് ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ കാണേണ്ടത്? തീർച്ചയായും COVID-19 വന്നു പോയ ആൾക്കാർക്ക് പലതരം സിംറ്റംസ് ഉണ്ടാവാം. പലപ്പോഴും ഒരു പോസ്റ്റ് COVID-19 സിൻഡ്രോം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നടുവേദനയുടെ കൂടെ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവാം, പല സന്ധിവേദന ഉണ്ടാവാം, ബാക്കി പല സിംറ്റംസ് ഇൻക്ലൂഡിങ് ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, കുറേ മെമ്മറി ലോസ്, അല്ലെങ്കിൽ ലങ്സിനുള്ള സിംറ്റംസോ ഹാർട്ടിനുള്ള സിംറ്റംസോ ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന കുറേ രോഗലക്ഷണങ്ങളാണ്. ഡോക്ടർ, ഈ സാധാരണ നടുവേദനയും ഈ കോവിഡാനന്തര നടുവേദനയും അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കാര്യമായ വ്യത്യാസം പ്രകടമാകാറുണ്ടോ ഈ രോഗികൾക്ക്? സാധാരണ നടുവേദന എന്ന് പറയുമ്പോൾ ഇൻ ഓൾമോസ്റ്റ് എവ്രിബഡി, എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാവും. ആൻഡ് പലപ്പോഴും ഈ ബാക്ക് പെയിൻ മസിൽ റിലേറ്റഡ് ആണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് ശരിയാവും. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ദ നോർമൽ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ സാധാരണമായുള്ള ബാക്ക് പെയിൻ. പക്ഷേ കോവിഡാനന്തര ബാക്ക് പെയിനും മസിൽ റിലേറ്റഡ് ആവാം. പക്ഷെ അത് കുറേ നാളുകൾ നിൽക്കും. അത് സാധാരണ ഉള്ളതുപോലെ മേ ബി ഇച്ചിരൂടെ സിവിയറായിട്ട് വരും. പിന്നെ കുറേ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമോ അത് ശരിയാവാൻ. അതിൻ്റെ റീസൺ വേറെ ഒരു റീസണാണ് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ലോ ബാക്ക് പെയിൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കോവിഡ് വന്ന ആളുകൾക്ക് ആ നടുവേദന വ്യാപകമായി ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ പഠനം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഡോക്ടർ? പോസ്റ്റ് COVID-19 സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സിംറ്റംസ് ആണ് ഈ ബാക്ക് പെയിൻ കൂടി. സോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അതിൻ്റെ കൂടെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ബാക്ക് പെയിൻ, സന്ധിവേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ്, അത് COVID-19 റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ ഫൈറ്റ് ചെയ്ത് ആൻഡ് കോസിങ് ഹാം ടു അവർ സെൽസ്. അതിൽ നിന്ന് നമുക്ക് മസിൽ ഡാമേജ് വരാം, അതിൽ നിന്ന് നമുക്ക് നടുവേദന വരാം. സോ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ സ്വന്തം ആർമി നമ്മളെ സംരക്ഷിക്കേണ്ടതിന് പകരം നമുക്കെതിരെ വെടിവെച്ചാലോ. സോ ദാറ്റ് ഈസ് ലൈക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. അതേപോലെയാണ് പോസ്റ്റ് COVID-19 റിലേറ്റഡ് ഒരു ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ബാക്ക് പെയിൻ, ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് വരുന്ന ഒരു ലോ ബാക്ക് പെയിൻ. ഡോക്ടർ, ഇപ്പോൾ രണ്ട് പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാലി മാത്യു കൂത്താട്ടുകുളത്തു നിന്നും, അതോടൊപ്പം തന്നെ മോനി ഈരാറ്റുപേട്ടയിൽ നിന്നുമുള്ള പ്രേക്ഷകരാണ്. ആദ്യം ഷാലിയിലേക്ക് പോവുകയാണെങ്കിൽ, ഷാലി, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ഹലോ ഷാലി, ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്. ഡോക്ടർ, എനിക്ക് 2 മാസം മുമ്പാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പൊ എനിക്ക് അന്നേരം ഒന്നും എനിക്ക് നടുവിന്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര നടുവിന് വേദനയാണ്. Okay, yeah.
സാലി കൂത്താട്ടുകുളത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ ആ അതെ. കൂത്താട്ടുകുളത്തു നിന്ന് വിളിക്കുന്ന സാലി. സോ ആൾക്ക് നടുവേദന 2 മാസം കഴിഞ്ഞിട്ട് COVID-19 സുഖം പ്രാപിച്ച് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് നടുവേദന ശക്തമായിട്ട് വരുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കലി വരുന്നത്. പലപ്പോഴും ഇത് സാധാരണ ബാക്ക് പെയിൻ്റെ ഒരു 5 or 6 ടൈംസ് ഇച്ചിരൂടെ സിവിയറായിട്ട് വരുന്ന ഒരു ടൈപ്പ് ബാക്ക് പെയിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ ഫൈറ്റ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം, COVID-19 റിലേറ്റഡ് ലോ ബാക്ക് പെയിൻ. പക്ഷേ വേറെ ഒരു കാര്യം ഓർക്കണം, ലോ ബാക്ക് പെയിൻ മാത്രമാണ് ഞാൻ ഇതൊരു പോസ്റ്റ് COVID-19 റിലേറ്റഡ് ലോ ബാക്ക് പെയിൻ എന്ന് വിളിക്കുന്നത്. നടുവേദനയോട് കൂടെ വേറെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് COVID-19 റിലേറ്റഡ് ആവണമെന്നില്ല. വേറെ പ്രോബ്ലംസ് ഉണ്ടാവാൻ, വേറെ പ്രോബ്ലംസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഞാൻ സബ്സിക്വൻ്റ്ലി ഞാൻ പറയും സംതിങ് കോൾഡ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാലിലോട്ടുള്ള വേദന, ഷൂട്ടിംഗ് പെയിൻസ്, അല്ലെങ്കിൽ ഷയാറ്റിക്ക, കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന വേദന, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനാണത്. അല്ലെങ്കിൽ കാലിൽ ബലക്കുറവ്, മരവിപ്പ്, അല്ലെങ്കിൽ യൂറിൻ പ്രോബ്ലം, അല്ലെങ്കിൽ മലം പോകാനുള്ള പ്രോബ്ലം, അതിൻ്റെ കൂടെ തന്നെ ഇടവിടാതെ പനി, അതിൻ്റെ കൂടെ തന്നെ ആഹാരം ആപ്പറ്റൈറ്റ് ഇല്ലാതെ പോവുക, വിശപ്പില്ലാതെ പോവുക, വെയിറ്റ് കുറയുക, രാത്രിയിൽ പനി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. ഇതൊക്കെ ഇതിലേതേലും ഒന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങളുടെ ഒരു ലോക്കൽ ഡോക്ടറെ കാണുക ആൻഡ് അത് സിമ്പിൾ ബാക്ക് പെയിൻ ആണെന്ന് സ്ഥാപിക്കുക. ബട്ട് COVID-19 റിലേറ്റഡ് ബാക്ക് പെയിൻ ആണെങ്കിലും ഡോണ്ട് വറി, അതും ശരിയാകും. കറക്റ്റ് പരിചരണത്തോടെ ഒരു ഫുൾ സുഖം പ്രാപിക്കും. ഡോക്ടർ മോനി എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും. മോനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നു. എനിക്ക് 9 മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് ആണെന്ന് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തില്ല. വീട്ടിൽ തന്നെ 15 ദിവസം റെസ്റ്റ് എടുത്തു. ശരീരത്തിന് പനി, ശരീരവേദന ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മുതല് ശരീരത്തിന്റെ ബാക്ക് സൈഡ് ഫുള്ള് വേദന, കാലിന്റെ പുറം വരെ ഉണ്ട്. ബാക്ക് സൈഡിലാണ് വേദന. നടുവിനുണ്ട്, നടുവേദനയുണ്ട്. 3-4 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അതെ അതെ. കാലിലോട്ടും ഉണ്ട് വേദന. അതെ, കാലിലോട്ടും ഉണ്ട്, കാലിന്റെ ബാക്ക് സൈഡ്. സോ അത് ബാക്ക് സൈഡ്, അത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് വന്ന പെയിൻ ആയതുകൊണ്ട് എപ്പോഴും COVID-19 റിലേറ്റഡ് ആവണമെന്നില്ല. സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്പൈൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസ്കിൻ്റെയോ ഞരമ്പുകളുടെയോ, ഡിസ്ക് ഞരമ്പ് പ്രസ്സാവുന്നതായിട്ടുള്ള ഷയാറ്റിക്ക ടൈപ്പ് ഓഫ് പെയിനും കൂടി ആവാം. എൻ്റെ അഡ്വൈസ് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. ജനറൽ പ്രാക്ടീസിലുള്ള ഡോക്ടറോ അല്ലെങ്കിൽ ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഓർത്തോപെഡീഷ്യനെ കാണിച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ഡോക്ടർ, ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി തുടരുന്നുണ്ട്. ജോയി അങ്കമാലിയിൽ നിന്നുള്ള പ്രേക്ഷകനാണ്. ജോയി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ തത്സമയമുണ്ട് നമുക്കൊപ്പം. ഹലോ. യെസ്, പറയൂ. യെസ്, പറഞ്ഞോളൂ ജോയ്. സാർ, എനിക്ക് കോവിഡ് ഉണ്ടായോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. പരിശോധനയൊന്നും നടത്തിയില്ല. സാർ, എനിക്ക് പറഞ്ഞോളൂ. ഒരു പ്രാവശ്യത്തെ വാക്സിൻ എടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ബാക്കില് എനിക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര നടുവേദനയാണ്. ഞാനൊരു 53 വയസ്സുകാരനാണ്. വാക്സിൻ എപ്പോഴാണ് എടുത്തത്?
അരക്കെട്ടിന്റെ അടുത്തായിട്ടാ. വാക്സിൻ എപ്പോഴാണ് എടുത്തത്? വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ ഒരു 60 ദിവസമായി. റൈറ്റ്, ഓക്കെ, ഫൈൻ. ആൻഡ് ബാക്ക് പെയിൻ, നടുവേദന എപ്പോഴാണ് തുടങ്ങിയത്? ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട്. അസഹനീയമായിട്ട് നിക്കാൻ പറ്റില്ല എനിക്ക്. ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നിൽക്കുമ്പോ വല്ലാത്ത കണ്ടലിങ്ങനെ കഴക്കും. ഓക്കെ, അപ്പം ജോയ് വിളിച്ചത് അങ്കമാലിയിൽ നിന്നാണ്. COVID-19 ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ വാക്സിനേഷൻ എടുത്തിരുന്നു 2 മാസം മുമ്പേ. 2-3 ആഴ്ചയായിട്ട് ആൾക്ക് നടുവേദനയാണ്. സോ ഇത് COVID-19 റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ റിലേറ്റഡ് ആണോ എന്ന് കൂടി പറയാൻ പറ്റില്ല. ബട്ട് ഇത് നോർമൽ ബാക്ക് പെയിൻ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ വേദന സംഹാരികളോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ്, കുറച്ച് വേദന കുറയ്ക്കാനുള്ള കുറച്ച് ഫിസിയോതെറപ്പി, അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇനീഷ്യലി ചെയ്യുന്നത്. ബാക്ക് പെയിൻ മാത്രമാണെങ്കിൽ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ്സ്, ഫീവർ, വെയിറ്റ് ഒത്തിരി കുറയുന്നു, അല്ലെങ്കിൽ കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന വേദനയുണ്ട്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ മരവിപ്പ്, ബലക്കുറവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ്സ് ആണ്, ഡോക്ടറെ കാണിക്കേണ്ട സമയമായി. ഇപ്പം നോർമലായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ട്രീറ്റ്മെൻറ്റിൽ ശരിയാവുന്നില്ല എങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ദെൻ ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഡോക്ടർ, ഇപ്പോൾ ചോദിച്ച ഒരു സംശയം സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ശരീരവേദന 1-2 ദിവസത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം കാണുന്നതാണല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഈ നടുവേദന ഉണ്ടാകുന്നത്, അത് ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നുള്ള വലിയ ആശങ്ക ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ ഡോക്ടറുടെ ഒരു വിശദീകരണം വലിയ ഉപകാരമായിരിക്കും. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഇതൊരു വളരെ സാധാരണമായുള്ളൊരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ സാധാരണമായുള്ളൊരു രോഗലക്ഷണമാണ്. വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഫീവർ വരാം, ബോഡി പെയിൻ വരാം, ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു ഫ്ലൂ വരുന്ന പോലെ തന്നെ. ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് പനിയുണ്ട്, ഭയങ്കര മസിൽ പെയിനാണ്, 2 ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യുക, എല്ലാം ശരിയാവും. സോ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. These are all normal symptoms of viral infection. അപ്പോൾ ഒരു ലോ ഗ്രേഡ് വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റംസ് ആണ് ഈ കാണുന്നത്. അത് അതിൻ്റെ അർത്ഥം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് പെർഫോമിങ് വെരി വെൽ. പക്ഷെ ചിലർക്ക് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഓൾറൈറ്റ്, ദാറ്റ് ഓൾസോ ഡസൻറ്റ് മീൻ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന്. ബട്ട് ഇനീഷ്യൽ ഒരു 2 ദിവസം ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്, അതിനെപ്പറ്റി പറയടിക്കേണ്ട ആവശ്യമില്ല. ഈവൻ കുറച്ച് ബാക്ക് പെയിൻ കൂടി അതിലൂടെ വരാം. ബിക്കോസ് ബാക്ക് പെയിൻ, സാധാരണമായ ബാക്ക് പെയിൻ മസിൽ നിന്ന് ഉദിക്കുന്നതാണ്. സോ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ വൈറൽ റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ പെയിൻ വളരെ സാധാരണമാണ്. ഡോക്ടർ, കൂടുതൽ പ്രേക്ഷകർ വിളിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ സംശയങ്ങൾ ചോദിക്കാൻ. മേരി എന്നൊരു പ്രേക്ഷക കട്ടപ്പനയിൽ നിന്നും ചേരുന്നുണ്ട്. മേരി, ഡോക്ടറുണ്ട്, നമുക്കൊപ്പം ചോദിച്ചോളൂ. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ്. എൻ്റെ പേര് മേരി. സാറേ, എനിക്ക് ഏപ്രിൽ മാസത്തിലായിരുന്നു കോവിഡ് പോസിറ്റീവ് ആയത്. എനിക്ക് പക്ഷേ ആ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഓക്സിജന്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാതെയൊക്കെ അത് സുഖമായി. പക്ഷേ ഇപ്പം എനിക്ക് ശക്തമായ ബാക്ക് പെയിൻ ആണ് സാറേ. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ 2 ദിവസം ഇപ്പൊ ഡോക്ടറെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മരുന്ന് തന്നു. അത് കുറവായെന്ന് പറഞ്ഞാൽ ശാന്തമായതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് കൂടിയിട്ട് എൻ്റെ പുറത്തൊരു ഭാരം ഇരിക്കുന്ന പോലെ, നടുവിന് വേദന ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ എൻ്റെ ചങ്കിലോട്ടും വിഷമമുണ്ട്. അപ്പൊ ഈ താടിക്ക് താഴെയായിട്ട് നെഞ്ചുകൂടിന്റെ അവിടെ ഇങ്ങനെ വേദനയുണ്ട്. രാവിലെ എഴുന്നേക്കുമ്പോൾ സാധാരണഗതിയിൽ എന്തസുഖം എനിക്ക് കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഒന്ന് കുറവായിട്ട് വരുന്നതാണ്. അപ്പൊ ഇപ്പം ആ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. കുറച്ച് ഓയിൽമെന്റ് ഒക്കെ പുരട്ടി ചൂടൊക്കെ പിടിച്ചു, എന്നിട്ടും കുറയുന്നില്ലാത്ത അവസ്ഥയാണ് സാറേ. തലവേദനയൊക്കെ ഉണ്ടോ? ഇല്ല, ഇടയ്ക്ക് വരാറുണ്ട്.
ബാക്ക് പെയിന്റെ വേദന ഇപ്പൊ ഒരു ഭാരം ഇരിക്കുന്ന പോലെ, ഒരു ഭാരം ഇരിക്കുന്നത് പോലെ, പുറത്തൊരു ഭാരം പോലെയാണ് ഇന്നത്തെ ഒരു അനുഭവം. പുറത്ത് അത് ഇപ്പൊ അത്ര കണ്ട് വേദനയുണ്ട് ഇന്ന്. ഇപ്പം ഡോക്ടറെ കണ്ടെന്നാണ് പറയുന്നത് മേഴ്സി. കട്ടപ്പനയിൽ നിന്നാണ് വിളിക്കുന്നത്. ആൻഡ് നല്ല നടുവേദനയുണ്ട്. ഏപ്രിലാണ് COVID-19 ഇൻഫെക്ഷൻ വന്നത്. ഇപ്പം ഇനീഷ്യൽ കുറച്ച് ബാക്ക് പെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ അഡ്വൈസ് സ്പൈൻ റിലേറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കൂടെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമുക്ക് ഒരു TV ഇൻ്റർവ്യൂവിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാൻ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ അഡ്വൈസ് മേഴ്സി, ഒരു സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാണുന്ന ഡോക്ടർ, വെദർ ഇറ്റ്സ് എ സ്പൈൻ സർജൻ, ഓർത്തോ സർജൻ അല്ലെങ്കിൽ ന്യൂറോ സർജൻ, ഇങ്ങനെയുള്ളവരെ ഒന്ന് കാണിക്കുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബിക്കോസ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് മേഴ്സി ചെയ്തെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ആരെയും ഒന്ന് കാണിച്ചിട്ട് വേറെ ഒന്നും പ്രോബ്ലംസ് അല്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന ആണെങ്കിൽ അത് ശരിയാവും. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ടും ശരിയാവും. ഡോക്ടർ, നിരവധി പ്രേക്ഷകർ ഇത്തരം സംശയങ്ങളുമായി തുടരുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ ഈ വിഷയത്തിലേക്ക് തന്നെ എത്താം. കോവിഡാനന്തര നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അതിന് ചികിത്സയും സംബന്ധിച്ച വിശദാംശങ്ങളാണ് നമ്മൾ ഈ അരമണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം നട്ടൽ രോഗ വിദഗ്ധനായിട്ടുള്ള ജേക്കബ് ഈപ്പൻ മാത്യു ചേരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് സംശയവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നത്. അവർക്കെല്ലാം ഈ കോവിഡ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നട്ടലിനെ ബാധിക്കുന്ന തരത്തിൽ, നടുവിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഇത്തരത്തിൽ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് സ്വയം ചികിത്സ എത്രത്തോളം അഭികാമ്യമാണ്, അതോ അടിയന്തരമായി തന്നെ ഡോക്ടറെ സമീപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള നടുവേദനയാണെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മസിൽ പെയിൻ, കാലിലോട്ടുള്ള വേദന അല്ലെങ്കിൽ സന്ധിവേദന, ചിലപ്പോൾ ഓർമ്മക്കുറവ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ശ്വാസം മുട്ടൽ, ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ്, ഇതിലേതെങ്കിലും ഒരു സിംറ്റംസ് ഒക്കെ സാധാരണമായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ബാക്ക് പെയിൻ മാത്രമായിട്ട് വരാൻ ചാൻസ് കുറവാണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാധാരണമായുള്ള ബാക്ക് പെയിൻ ആണോ? സാധാരണമായുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിതിൻ 1 വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെത്താനെ എല്ലാം ശരിയാവേണ്ടതാണ്. അതത്രയും സിവിയർ അല്ല. COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവില്ല, പക്ഷേ ഇച്ചിരൂടെ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണ്. പെട്ടെന്ന് ശരിയാവില്ല, ആഴ്ചകളോ മാസങ്ങളോളം എടുക്കും അത് ശരിയാവാനായിട്ട്. പിന്നെ ഇതല്ലാതെ ഈ റെഡ് ഫ്ലാഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ, ബലക്കുറവോ അല്ലെങ്കിൽ കാലിലോട്ട് ഷൂട്ടിംഗ് പെയിൻ, ഷയാറ്റിക്ക, മലമൂത്ര വിസർജനത്തിനുള്ള പ്രോബ്ലം, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഫീവർ വരിക അല്ലെങ്കിൽ പനി വരിക, ഇതൊക്കെ ഡേഞ്ചർ സിംറ്റംസ് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ശരിയായില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുന്നത് ഉചിതമാണ്. COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരുമ്പോൾ അത് വേറെ കുറേ സിംറ്റംസ് ഇൻക്ലൂഡിങ് ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, ഒത്തിരി സ്ട്രെസ് വരാം. ഇതിന് കുറച്ച് സഹായം നല്ലതാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യുന്ന കുറേ സെൻറ്റേഴ്സും ഉണ്ട്. പോസ്റ്റ് COVID-19 സിൻഡ്രോം ട്രീറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. ചില ഹോസ്പിറ്റൽസിൽ അത് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിട്ടുമുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നമ്മൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ശരിയായില്ലെങ്കിൽ അതൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, കുറച്ച് പ്രേക്ഷകരുടെ സംശയങ്ങൾ കൂടി ദൂരീകരിച്ചു. സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയുന്നത്, ഡോക്ടർ പറഞ്ഞോളൂ, തുടർന്നോളൂ.
സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയണത് ഇനീഷ്യൽ ഒരു 1-2 ആഴ്ച നടുവേദന മാത്രമാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി റിക്കവർ ചെയ്യാനായിട്ട് ഒരു മെക്കാനിസമാണ് റെസ്റ്റ്. ആ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി റിക്കവർ ചെയ്യുന്നത്. നന്നായിട്ടുള്ള ഉറക്കം. ഇഫ് യു സ്ലീപ്പ് വെൽ, നമ്മുടെ ബ്രെയിനിനകത്തുള്ള ടോക്സിൻസ് ഒക്കെ പതുക്കെ എടുത്ത് മാറ്റുന്ന സമയമാണ് ഈ ഉറങ്ങുന്ന സമയം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്ലീപ്പ് വെൽ. ബോഡി റിക്കവർ ചെയ്യുകയും ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. സോ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ടുള്ള പെയിൻ മെഡിക്കേഷൻസ് എടുക്കാം. വെദർ ഇറ്റ് ഇസ് പാരസറ്റമോൾ, അങ്ങനത്തെ സിമ്പിൾ അത്ര കട്ടിയായ പെയിൻ മെഡിക്കേഷൻ അല്ല, സിമ്പിൾ പെയിൻ മെഡിക്കേഷനോ അല്ലെങ്കിൽ ചൂട് പിടിക്കാം ബാക്കിൽ, അങ്ങനത്തെ കുറേ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഡോക്ടർ വിമൽ എന്നൊരു പ്രേക്ഷകനുണ്ട് വട്ടിയൂർക്കാവിൽ നിന്നും. വിമൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. ഹലോ, കേൾക്കാം ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. ഇതിപ്പോ എനിക്ക് കോവിഡ് വന്ന 15-ാം തീയതി വന്നതാണ്. മോക്ക് 5-ാം തീയതി ആയിരുന്നു വന്നേ. മോളുടേതാണ് എനിക്കോട്ട് വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് 1 വർഷം മുമ്പ് നടുവേദന ഉണ്ടായിരുന്നു. കോവിഡല്ല, അല്ലാതെ ബൈക്ക് കൂടുതൽ ഉപയോഗിക്കുന്നേ, ബോഡി വെയിറ്റും ഉണ്ട്. അപ്പോ ഇതിപ്പോ നടുവേദന വന്നപ്പോ 1 വർഷമായപ്പോ ഇപ്പം നെഗറ്റീവായി പിറ്റേ ദിവസം തൊട്ടാണ് വീണ്ടും നടുവേദനയാണ്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ വലത് സൈഡാണ്. ബാത്റൂം ഇപ്പോഴും ഉണ്ട്. എണീച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നിൽക്കുമ്പോഴത്തേക്ക് കുഴയും പോലെയാണ്. ബാത്റൂം പോയിട്ട് വരുമ്പോഴത്തേക്ക് മാറുന്നുണ്ട്. നടുവേദന മാത്രമേ ഉള്ളൂ അതോ കാലിലോട്ടുള്ള വേദന? ഇല്ല, കാലിലോട്ട് ചില ഇടയ്ക്ക് മാത്രം വരുന്നുണ്ട്. വലത് സൈഡിലോട്ട് വരുന്നുണ്ട്. പിന്നെ അത് വേദന കൂടുമ്പോഴത്തേക്കും വലത് സൈഡ് കണ്ണിന്റെ മുകളിലോട്ടും വേദന വരുന്നുണ്ട്. നേരത്തെയും നടുവേദന വന്ന ഒരാളാണ്. ആൻഡ് ഈയിടെ COVID-19 ഇൻഫെക്ഷൻ വന്നിരുന്നു. സോ ഇത് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആവണമെന്നുമില്ല. ബിക്കോസ് നേരത്തെ ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്. ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദനയ്ക്ക് പ്രവണതയുള്ള ഒരാളാണ്. സോ ഇറ്റ് കുഡ് ബി എ നോർമൽ ബാക്ക് പെയിൻ. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്വന്തമായിട്ട് കുറച്ച് കെയർ എടുക്കേണ്ട ഒരു ടൈമുണ്ട്. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ബാക്ക്. ആൻഡ് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഹെവി വെയിറ്റ് എടുക്കാതെ ഇരിക്കുക, കുനിയാതെ ഇരിക്കുക കുറച്ച് ദിവസങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ചൂട് പിടിക്കാം രാവിലെയും വൈകുന്നേരവും. മസിൽസ് റിലാക്സ് ആവുകയും ചെയ്യും. സോ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത്. ആൻഡ് ജസ്റ്റ് വെയിറ്റ്. ഇതിന് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ഫോർ ദ ബോഡി ടു റിക്കവർ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. സോ റെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റിക്കവറി. വിമലിൻ്റെ സംശയത്തിന് വ്യക്തമായ മറുപടി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു അരമണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്തത് വലിയ തോതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നൊരു വിഷയം, കോവിഡ് വന്നു പോയതിനു ശേഷം ഉണ്ടാകുന്ന നടുവേദന, അത് ഭാവിയിലേക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുമോ എന്നൊരു ആശങ്കയെല്ലാം വലിയ തോതിൽ ആളുകൾ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. അതിന് വിശദമായി തന്നെ ഡോക്ടർ നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. എന്തായാലും വാക്സിൻ എടുക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ കോവിഡ് വന്ന ആളുകളുമൊന്നും നടുവേദന വന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ എന്തായാലും വിശദീകരിക്കുന്നത്. ഈ അരമണിക്കൂർ നമുക്കൊപ്പം ചേർന്ന കൊച്ചി ഫ്യൂച്ചർ ആശുപത്രിയിലെ നട്ടൽ രോഗ വിദഗ്ധനായിട്ടുള്ള ജേക്കബ് പീപ്പൻ മാത്യുവിനും ഇതിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 കാണാം.